കെവിനെ നല്ല കേട്ട് പരിചയമുള്ള ശബ്ദം. ആളെ എത്ര ദിവസം നിന്നെ കണ്ടിട്ട്. പൊന്നിട എന്നെ വിട്, നിന്റെ പെങ്ങൾക്ക് ഭർത്താവിന് വേണമെങ്കിൽ ഒന്ന് വിടടാ എന്നെ. ഒന്നും പറയാതിരിക്കുന്ന ഭേദം. അയ്യോ മെയിൻ ഉദ്ദേശിച്ചത് പിന്നെ പറയാന്ന. സിയോനെ ഹണിമൂൺ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലായിടത്തെ കുട്ടിത്തേങ്ങൾ എന്തേ 3 ഒരു മേളിരുന്ന് കളിക്കുക. അങ്ങനെ വെച്ചാൽ കണ്ടിട്ട് വരാവേ. ഫുഡ് മെഡിസിൻ ഒക്കെ നേരം കഴിക്കുന്നുണ്ടല്ലോ. കഴിയുള്ള കണ്ണു നോക്കി സത്യം പറ, ഈ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിക്കാം, പക്ഷെ വീട്ടിലല്ല വെളിയിലെ ഫുഡ് കഴിക്കുന്നത്. പിന്നെ എന്നോട് എത്ര തവണ പറഞ്ഞുള്ള ഫുഡ് വന്നു കഴിക്കായിരുന്നു. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങി കൊടുക്കാതെ ഇവനെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ എന്ത് ഇതോടെ കരഞ്ഞു കാണിച്ചാൽ പിന്നെ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക്? നാളെ മുതൽക്ക് പുറത്ത് ഫുഡ് ഒന്നും വാങ്ങി കൊടുത്തേക്ക്. ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി തരും. പിന്നെ നാളെ രണ്ടെണ്ണം കൂടെ ചെക്കപ്പിന് പൊക്കോണം. ഓക്കെ മേം, ഇവിടെ ഞാൻ ജോലിക്ക് പൊക്കോട്ടെ. ഈ സാറിന്റെ രൂപയിൽ തടഞ്ഞു വെച്ച് പോവാതിരിക്കാൻ സാറിന് പൊക്കോടെ. അല്ലെങ്കിൽ ഞാൻ പോവാ. ഈ വൈകുന്നേരം മെഡിസിൻ എടുത്തു തരാം. ചേച്ചി പോയി ഫ്രഷ് ആയിട്ട് അത് കഴിഞ്ഞ് എനിക്ക് എടുത്തു തന്നാൽ മതി. ശരി, ഞാൻ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, എടുത്തു തരാം. ഇച്ചായ നിൽക്കുക. കുക്കി, നിനക്ക് എന്താ വേണ്ടേ? അങ്ങനെ ഇച്ചായനെ മനസ്സിലായേ? കുക്കി, നീ എന്റെ ഭാര്യ. അപ്പൊ എന്റെ സകലമായ സ്വഭാവം എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കുക്കിക്ക് എന്താ വേണ്ടതെന്ന് പറയാം. മസാല ദോശ നല്ല ഉപ്പിലിട്ട മാങ്ങമായിക്കൊണ്ടുവരുമോ പ്ലീസ്? പൊന്നൂക്കിത് മീയങ്ങളൊന്ന് പിടിച്ചോളാൻ അലക്കും. നാളെ തൊട്ട് കഴിക്കണ്ടെന്നല്ല ഇന്നോട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിട്ടോ. ഇച്ചായന്റെ ഫ്രണ്ട്സിന് നല്ല ആഗ്രഹമുണ്ട്, പ്ലീസ്. അതിന്റെ പേര് സങ്കടപ്പെടാണ്ട് എന്റെ കുക്കി സന്തോഷമാണെങ്കിൽ എത്ര മസാല ദോശ വേണ്ടോ വാങ്ങിത്തരാം. ഓക്കെ, എന്റെ മോള് തന്നെയാണ് എന്റെ സ്വപ്നത്തിലെ കെട്ടുറുമ്പ്. ഒന്നും പറഞ്ഞിടിക്കാൻ തരിവാ, ഒന്ന് കിടക്കാം. കെവിനെ നിൽക്കവിടെ. കെവിനെ നിന്ന് കുക്കിയോടൊപ്പം കിടക്കട്ടെ, റിച്ചോടൊപ്പം കിടക്ക. പക്ഷെ അമ്മ കുക്കില്ലാതെ എങ്ങനെ കിടക്കാം? കെവിനെ എനിക്ക് നിന്റെ സ്വഭാവം നല്ലോണം അറിയാം, അതുകൊണ്ട് റിച്ചോടൊപ്പം കിടക്കുക നല്ലത്. പക്ഷെ അമ്മ ഒരു പക്ഷേ നീ മര്യാദക്ക് റിച്ചോടെ പോയി കിടന്നോ. ഞാൻ റിച്ചോടിലും പോയി കിടന്നോണോ അമ്മ? ഇത് കുക്കിയോട് എന്നെ ഫുഡ് കൊടുത്തേക്കണേ അമ്മ. ഞാൻ കൊടുത്തിടല്ലേ പോവാൻ നോക്ക്. അമ്മ എന്താ ഇവിടെ? ഇച്ചാനെന്ത്? കെവിനെ ഞാൻ റിച്ചോടെ എടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കോ. അമ്മ ഇതത് റിച്ചോടെ എടുത്തിട്ട് ഇച്ചാനെ പറഞ്ഞു വിട്ടെ. കെവിൻ റിച്ചോടിന്റെ ഒപ്പം കിടക്കാൻ പോയിക്കോ. ഇച്ചായ റിച്ചോടിന്റെ ഒപ്പം കിടക്കാൻ പോയിക്കോ എന്നോ. അവനിവിടെ കിടന്ന് ഒട്ടും ശരിയാക്കില്ല, അതുകൊണ്ടാണ് റിച്ചോടിന്റെ എടുത്തിട്ട് കിടക്കാൻ പറഞ്ഞു വിട്ടത്. പാവ ഇച്ചായ. നീ പറഞ്ഞ സത്യമൊന്നുമില്ല, നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അതുകൊണ്ടല്ലേ ഫുഡ് പോലും പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് വന്നു. കാരണം മീയ വഴക്ക് പറയും നടന്നിട്ട് പോലും അവൻ നിനക്കേട് വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ഫുഡ് കഴിഞ്ഞാൽ നിനക്കൊരു പാലെടുത്തിട്ട് വരാം. എനിക്ക് വരാൻ പറ്റില്ല, പിന്നെ ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നത്. നിനക്കെന്താ അതോടൊപ്പം ഞെട്ടരുത്? അത് ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നു. എന്താ എന്റെ മമ്മ എന്നെ പിടിച്ച് പുറത്താക്കി, എന്റെ ഗ്രാൻഡ്മ എന്നെ പിടിച്ച് പുറത്താക്കിയത്. അത് നീ ഇപ്പൊ എനിക്ക് എന്താ രണ്ടിടത്ത് കിടക്കാൻ നോക്കാം. ഇതെന്താ എല്ലാരും പുറത്തോട്ട് പോയോ? അപ്പൊ കുക്കി എന്തായാലും മുറി കാണുമായിരിക്കും, നോക്കിട്ട് വരാം. ജോലിക്ക് പോയില്ലേ? വേണ്ട, നമ്മുടെ ഉള്ള കാര്യം നടക്ക
കൊടുക്കരുത്. കുക്കി പ്ലീസ് കുക്കി, എനിക്ക് നിന്നെ വേണം. എനിക്കറിയാം നമ്മുടെ നാട് പ്രിൻസസ് ആണ്, പക്ഷെ നമ്മുടെ പ്രിൻസസിനെ ഞാൻ വേദനിപ്പിക്കത്തില്ല കുക്കി പ്ലീസ്. ഇച്ചായ